മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ഒറ്റപ്പാലത്ത് പി.കെ. ശശി തന്നെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആവും. ശ്രീകൃഷ്ണപുരത്ത് നടന്ന യു.ഡി.എഫ് കൺവെൻഷനിൽ പി.കെ. ശശി പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് പി.കെ. ശശി തന്നെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാവും. ഇന്ന് ശ്രീകൃഷ്ണപുരത്ത് നടന്ന യു.ഡി.എഫ് കൺവെൻഷനിൽ പി.കെ. ശശി പങ്കെടുത്തു സംസാരിച്ചു. കൺവെൻഷന് ശേഷം പി.കെ. ശശി ശ്രീകൃഷ്ണപുരത്തെ വീടുകളിൽ കയറി വോട്ടഭ്യർത്ഥന നടത്തുകയും ചെയ്തു. പൂർണ്ണമായും യു.ഡി.എഫിനൊപ്പം ഉണ്ടാവുമെന്നും CPM-ന് കടുത്ത ആഘാതം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പി.കെ. ശശി പറഞ്ഞു. നാളെ മുതൽ മണ്ഡലത്തിൽ സജീവമായ പ്രചരണ പരിപാടികൾ നടക്കും. മക്കളുടെ ഇടയിൽ സ്വൈരമായി ജീവിക്കാൻ നമുക്ക് നല്ല ഒരു ഭരണം വേണം. ആ ഭരണത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വലിയ ഒരു യുദ്ധമായി തന്നെ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലം ഒരിക്കലും നമുക്കൊരു കേറാമലയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2000 ചില്ലാനം വോട്ടിന്റെ ലീഡ് നമ്മുടെ ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 10,000 വോട്ടിന്റെ ലീഡ് പി.കെ. ശശി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാരഥിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ